നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഭരണമാറ്റത്തിനൊപ്പം UDF മുന്നോട്ട് വെച്ച ഇന്ദിര ഗ്യാരണ്ടികൾ ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ UDF കൈവരിച്ച ഈ വിജയത്തിന്റെ രസതന്ത്രം എന്താണ്? ആരാണ് VD സതീശൻ? എങ്ങനെയാണ് അദ്ദേഹം ഈ വിജയത്തിലേക്ക് UDF നയിച്ചത്? നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലി നമുക്ക് നോക്കാം. നിയമസഭയിൽ വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം കൃത്യമായ രേഖകൾ സഹിതം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി പരാമർശിക്കാം. യുവത്വവും അനുഭവം, പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒരുപോലെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പ്രധാനമാണ്. ഇലക്ഷൻ വിജയത്തിലെ പങ്ക്. പുനർജനി മുതൽ ഇന്ദിര ഗ്യാരണ്ടികളും, അതായത് 3000 രൂപ പെൻഷനും ഇൻഷുറൻസും പോലുള്ളവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇദ്ദേഹത്തിന്റെ ചിട്ടയായ പ്രവർത്തനം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടിയെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ. പറവൂരിന്റെ പ്രിയങ്കരൻ. 5 തവണ തുടർച്ചയായി നിയമസഭയിലെത്തിയ ചരിത്രം. വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം, ക്ഷേമ പെൻഷൻ 3000 രൂപ, 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ്, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. VD സതീശന്റെ ഈ പുതിയ ഇന്നിംഗ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വാഗ്ദാനങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? താഴെ കമന്റ് ചെയ്യൂ.